പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രണ്ടാം പെരുന്നാളിൻ്റെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. രണ്ടാം പെരുന്നാൾക്ക് ഞാൻ എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. നിൻ്റെ നാത്തൂൻ്റെ വക ബിരിയാണിയാണ്. നാത്തൂൻ്റെ മുഖം കാണിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്പെഷ്യൽ കോഴിക്കോടൻ ബിരിയാണി ഉള്ളിൽ കട്ടിമ്പോട് ഞങ്ങൾ ഇതേ എടുക്കുകയുള്ളൂ. തക്കാളി ഇവിടെ ഇതാക്കി വെച്ചിരിക്കുന്നു. കട്ടിമ്പോട് നല്ല ഇവിടെ ഉണ്ട് കേട്ടോ, കാണിച്ചു തരാം. എങ്ങനെ എന്താ ഇവിടെ ഇങ്ങനെ എന്താ ഇവിടെ ഇങ്ങനെ കയറ്റി വെച്ചിരിക്കുകയാണ്. ഇപ്പം തന്നെ എടുക്കാൻ പാടില്ല അത്ര. അപ്പം അങ്ങനെയൊക്കെയാണ്. ഒക്കെ ഫുള്ള് സാധനങ്ങളാണ്. ഇവിടെയാണ് ആളുകൾ കോഴിക്കോട്ടെത്തിയാണ്. മുഖം കാണിക്കാൻ പാടില്ല. പിന്നെ ബിരിയാണിയൊക്കെ റെഡിയാക്കി എല്ലാവരും കുളിക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഒന്നാം പെരുന്നാൾക്ക് നമ്മൾ സാദാ ചോറാണ് ഉണ്ടാക്കല്. അപ്പോൾ രണ്ടാം പെരുന്നാൾക്ക് വീട്ടിൽ ബിരിയാണി ആയിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഇതാ അനിയത്തി അതിൻ്റെ കൂടെ ഒരു കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പായസമൊന്നും വെച്ചിട്ടില്ല. അപ്പോൾ കേക്ക് മതി എന്ന് പറഞ്ഞിട്ട് കേക്കാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അനിയത്തി ഇവിടെ ബിരിയാണി മിക്സ് ചെയ്യണമൊക്കെ ഉണ്ട്. അപ്പോൾ നേരത്തെ തന്നെ ഭക്ഷണം കഴിച്ച് ഞങ്ങൾക്കൊരു സ്ഥലം വരെ പോകാനൊക്കെ ഉണ്ട്. അപ്പോൾ കേക്ക് പിന്നെ ചൂടാറിയപ്പോൾ ചോറുന്നൽ കഴിഞ്ഞ പാട് ഞങ്ങൾ എന്താ പറയുക ഐസിങ്ങൊക്കെ ചെയ്ത് വെച്ചിരുന്നു കേട്ടോ. അത് ടേൺ ടേബിളൊന്നുമില്ല, കേക്ക് ഇതാക്കാൻ പറ്റിയ കൂടുതൽ സാധനങ്ങളൊന്നുമില്ല. ആ ഒരു നൈഫ് മാത്രമേ ഉള്ളൂ. അത് വെച്ചിട്ടാണ് എല്ലാം ചെയ്തത്. പിന്നെ എന്താ പറയുക ടേൺ ടേബിളായിട്ട് ഞാനിങ്ങനെ ഒരു ഓട്ടപാത്രം ഉണ്ടല്ലോ, അതൊക്കെ ഒരു പാത്രത്തിൻ്റെ മേലെ ഇങ്ങനെ കമത്തി വെച്ചിട്ട് ഒക്കെയാണ് ഉണ്ടാക്കുന്നത്. എന്നാലും നല്ല കുഴപ്പമില്ലാതെ നല്ല ഇതിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്താ പറയുക അതായിട്ട് തന്നെ നല്ല ഐസിങ് ചെയ്തെടുത്ത് പിന്നെ ഫിനിഷിങ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ദോശക്കല്ലിലൊക്കെ പറ്റുന്ന ബ്രഷ് ഉണ്ടല്ലോ, ആ ബ്രഷ് വെച്ചിട്ടാണ് ഇതാക്കിയത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഒന്ന് നല്ല ക്രീമൊക്കെ തേച്ചിട്ടൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ വീണ്ടും എടുത്തിട്ട് ഫൈനൽ കോട്ടൊക്കെ ചെയ്താട്ടാ. നല്ല ഉഷാറായിരുന്നു. ഞാൻ തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല എത്ര ഉഷാറാവുന്നൊക്കെ. പിന്നെ ബട്ടർ സ്കോച്ചിൻ്റെ കേക്കായിരുന്നു. 3 ലെയറൊക്കെ ആക്കിയിട്ട് നല്ല അടിപൊളി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കാണാനുള്ള ഭംഗി മാത്രമല്ല നല്ല കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഞങ്ങൾ പോവുകയാണ്. ഞങ്ങൾ നീളാ പാർക്ക് കുറ്റിപ്പുറം നീളാ പാർക്കിലേക്കാണ് പോണത്. അപ്പം എല്ലാവരും മാറ്റി ഇറങ്ങി ഫോട്ടോ ഒക്കെ എടുക്കല കേട്ടോ, മെയിനായിട്ട് അതാണല്ലോ. അങ്ങനെ പിന്നെ ബസ്സിനാണ് പോണത്. അപ്പം എൻ്റെ മോൻക്ക് നല്ല ഇഷ്ടമാട്ടോ, എങ്ങോട്ട് പോണത് നല്ല ഇഷ്ടമാണ്. അപ്പോൾ ബസ്സിൽ ഓനക്ക് അവൻ നിൽക്കുകയാണ് ബസ്സിൽ. അങ്ങനെ അതാ ഞങ്ങൾ നീളാ പാർക്കിലൊക്കെ എത്തിയിട്ടുണ്ട്. നല്ല തിരക്കുണ്ട്. പെരുന്നാളായതുകൊണ്ട് തന്നെ രണ്ടാം പെരുന്നാളായതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അത്രയും ദിവസം മഴയൊക്കെ ആയിട്ടേ കുറച്ച് ദിവസം പെരുന്നാൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ദിവസം മഴ ഉണ്ടായില്ലല്ലോ. അതുകൊണ്ട് തന്നെ ആൾക്കാർക്കൊന്ന് പുറത്തേക്കൊക്കെ പോകാനും ഒക്കെ പറ്റി. പിന്നെ ഒരുപാട് കുട്ടികളും ഒക്കെ ഉണ്ട് കേട്ടോ. അവിടെ കളിക്കണ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ നല്ല. അപ്പോൾ മോനോട് ആങ്ങളുടെ മോനാണിത്. ഇവനോട് ഇങ്ങനെ ഓരോന്നിൽ കയറാൻ